ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് അവിടെ ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലൊക്കെ UDF-ലൊക്കെ വലിയ തർക്കമുണ്ടായിരുന്നു. എപ്പോഴും നാടകീയമായ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നതാണ് കോട്ടയത്തെ ഒരു സാഹചര്യം. നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാമെന്നൊരു ധാരണ UDF-ൽ ഉണ്ടായിരുന്നു. ഈ തലനാട് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, UDF-ലാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അതേ തർക്കം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയും ഏറ്റവും അവസാന നിമിഷം വരെ മുസ്ലിം ലീഗ് എരുമേലി സീറ്റ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തവണ അവർ എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം സീറ്റ് വേണം, LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്, ഈ സീറ്റ് വേണം എന്ന ആവശ്യവുമായി അവർ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു തീരുമാനമാകുന്നില്ല. മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പ് ഏതാണ്ട് 9 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 13 സീറ്റിലോളം കോൺഗ്രസും മത്സരിച്ചു. ഇത്തവണ ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിന്റെ ചില സീറ്റുകൾ എടുക്കാനുള്ള ചില ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെയും വിജയം കണ്ടിട്ടില്ല. അവർ തങ്ങളുടെ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടിൽ ജോസഫ് ഗ്രൂപ്പും ഉറച്ചു നിൽക്കുന്നു. ചില അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറ്റലുകൾ സംബന്ധിച്ചുള്ള ചർച്ചയാകാം. പക്ഷേ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്ന നിലയിലേക്ക് പോകാനാകില്ല എന്ന നിലപാടിൽ ജോസഫ് ഗ്രൂപ്പും നിൽക്കുന്നു. ഇടതുമുന്നണിയിലാണ് മറ്റൊരു പുതിയ തർക്കം രൂപപ്പെട്ടിരുന്നത്. അതായിരുന്നു തലനാട് സീറ്റ് സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു തർക്കം എന്ന് പറഞ്ഞാൽ 3 മുന്നണികളും 3 കക്ഷികളും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസും CPM CPI 3 കക്ഷികളും ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അത് കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് ഫലത്തിൽ CPM വഴങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലനാട് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കും. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ തവണ 9 സീറ്റുകളിലായിരുന്നു കേരള കോൺഗ്രസ് എമ്മും CPM മത്സരിച്ചത്. 4 സീറ്റിൽ CPI മത്സരിക്കുന്നു. ഈ 9 സീറ്റിനപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടി ആവശ്യം വന്നതോടെ 10 സീറ്റ് ഫലത്തിൽ കേരള കോൺഗ്രസിന് ലഭിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അവിടെ പക്ഷേ ഈ 10 സീറ്റ് കേരള കോൺഗ്രസ് എം എന്ന നിലയ്ക്കപ്പുറത്തേക്ക് ഈ ഒരു സീറ്റിൽ, ഏതെങ്കിലും ഒരു സീറ്റിൽ പൊതു സ്വതന്ത്രൻ മത്സരിക്കണം. മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് കൂടി സ്വീകാര്യനായ ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന ഒരു ആവശ്യം CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പാർട്ടി തലത്തിൽ ആലോചിച്ച് മറുപടി പറയാമെന്നതാണ് കേരള കോൺഗ്രസ് എം എടുത്തിരിക്കുന്ന നിലപാട്. അതായത് അങ്ങനെയെങ്കിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കേരള കോൺഗ്രസിനും 9 ആകും, അപ്പുറത്ത് CPM-നും 9 ആകും. ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാം. പക്ഷെ അത് ഈ പൊതു സ്വതന്ത്രനാകണം, അതായത് സ്വതന്ത്ര ചിഹ്നത്തിൽ വരണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിലും ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് പോകും. BJPയെ സംബന്ധിച്ചും കോട്ടയത്ത് ചില പ്രതീക്ഷകൾ ഇത്തവണയുണ്ട്. സാധാരണ ജില്ലാ പഞ്ചായത്തിൽ വലിയ നേട്ടം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയല്ല. കഴിഞ്ഞ തവണ ആകെ 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് ഭരണം കിട്ടിയത്. പക്ഷേ ഇത്തവണ PC ജോർജും ഷോൺ ജോർജും ഒക്കെ വന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ തന്നെ ഷോൺ ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പൂഞ്ഞാർ ഡിവിഷനിൽ വിജയിച്ചിരുന്നു. പൂഞ്ഞാർ, ഒപ്പം തന്നെ തലനാട്, പൂഞ്ഞാറിന്റെ ചില ഭാഗങ്ങളൂടെ ചേർത്താണ് പുതിയ തലനാട് ഡിവിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PC ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് ആഗ്രഹിക്കുന്ന ചില സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെച്ച് അവരെ വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രം അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ അപ്പുറത്തേക്ക് താമര ചിഹ്നത്തിൽ ഒരാൾ വിജയിക്കുമോ എന്ന ചോദ്യമാണ് ഉള്ളത്. അത് കേവലം ആ നിലയിൽ മാത്രമല്ല, PC ജോർജിനും ഷോൺ ജോർജിനെ സംബന്ധിച്ചും അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മുന്നോട്ട് വന്നതോടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 51 പഞ്ചായത്തുകൾ LDF വിജയിക്കുന്നു. അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 50 പഞ്ചായത്ത് UDF ആണ് ജയിച്ചതെങ്കിൽ 51 LDF വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 11-ൽ 10 ബ്ലോക്ക് പഞ്ചായത്തും LDF ജയിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണവും വലിയ രീതിയിൽ ഏതാണ്ട് 22-ൽ 14 സീറ്റും നേടി മുന്നോട്ട് പോകാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ആ നിലയിലായിരുന്നു കേരള കോൺഗ്രസിന് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയ പ്രാതിനിധ്യം. ഇത്തവണയും വലിയ പ്രാധാന്യത്തോടുകൂടി താഴെത്തട്ടിലടക്കം അവർക്ക് സീറ്റുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് വിജയിച്ച് കാണിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിന് ഇത്തവണയും വീണ്ടും, ഒരു തവണ മാത്രമല്ല, വീണ്ടും തങ്ങളാണ് ഇവിടെ ശക്തർ എന്ന് കാണിക്കുക എന്നുള്ളത് UDF-നെ തോൽപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സാന്നിധ്യം അവിടെ നിലനിൽക്കുകയാണ്. ആ സാന്നിധ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ തോൽവിയിലേക്ക് പോയാൽ അത് ഇടതു മുന്നണിയിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കുമോ? കേരള കോൺഗ്രസ് എമ്മിനെ കാര്യമായി ക്ഷണിക്കുന്നുണ്ട് ഇപ്പുറത്ത് നിന്ന് UDF-ലേക്ക് നിന്നാൽ വീണ്ടും ജയിക്കാമെന്ന നിലയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് കേരള കോൺഗ്രസ് എം ചിന്തിക്കുമോ? ഇതൊക്കെ ഭാവി കാര്യങ്ങളാണ്. സംഭവിക്കാൻ ഒരുപക്ഷെ സാധ്യതയുള്ള രാഷ്ട്രീയമാണ് പലതും. പക്ഷേ അതിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു തെരഞ്ഞെടുപ്പായി കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി,
കൊച്ചി കോർപ്പറേഷൻ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ രണ്ട് മുന്നണികളുമുള്ളത്. മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ ആ ജില്ലയുടെ പൊതു സ്വഭാവമൊക്കെ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷയിൽ ഇത്തവണ വീണ്ടും UDF ഇറങ്ങുന്നുണ്ട്. LDF ആകട്ടെ അങ്ങനെ ഒരു ആശങ്കയെ ഇല്ലാത്ത മട്ടിലാണ്. എന്തൊക്കെയാണ് നിലവിൽ കൊച്ചിയിലെ സ്ഥിതികൾ? കൊച്ചി കോർപ്പറേഷനും തൃക്കാക്കരയും ഒക്കെ അഭിമാനമായി കണ്ടുകൊണ്ട് തന്നെ തൃക്കാക്കര ഏറ്റവും കൂടുതൽ തർക്കങ്ങളും ഏറ്റവും കൂടുതൽ വാർത്തകളും വന്നിരുന്ന ഒരു സ്ഥലമാണ്. എന്താണ് കൊച്ചിയിലെ നിലവിലെ സ്ഥിതി? ശ്രീജ, നിലവിൽ എറണാകുളം ജില്ല പൊതുവെ പറയുന്നത് UDFന്റെ ഒരു കെട്ടുറപ്പുള്ളൊരു മേഖല എന്നതെല്ലാം തന്നെയാണ്. എങ്കിലും ചിലപ്പോഴെങ്കിലും ചില മേഖലകളിലെങ്കിലും ഇടതു മുന്നണിക്ക് ചില കടന്നുകയറ്റങ്ങളും ചില മേഖലകളിലെങ്കിലും ആധിപത്യം മുന്നിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിനൊരു പൊതു സ്വഭാവമുള്ളത് അതൊരു UDF കേന്ദ്രീകൃതം എന്ന രീതിയിലെല്ലാം തന്നെ പോകുമ്പോഴാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യമെടുത്താൽ എല്ലാം തന്നെ നമുക്കത് സുപരിചിതമാണ് താനും. ഇതിൽ കഴിഞ്ഞ തവണത്തെ ഒരു കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 88ഓളം ഈ ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം തന്നെ കണക്കിലെടുക്കും. അതിൽ 48ഓളം തന്നെയും വരുന്നത് UDFന്റെ പക്കലാണ്. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ താഴേക്ക് പിന്നീട് വരുമ്പോഴേക്കും നഗരസഭകളിലും ഭൂരിപക്ഷമുള്ളത് 8 5 UDFിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ UDFന് വലിയ രീതിയിലുള്ളൊരു മേധാവിത്വം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UDFന്റെ പക്കലാണ്. വളരെ ഭദ്രമായ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അതിൽ ഒരു ട്വിസ്റ്റുള്ളത് ഇതിൽ കുറച്ചെങ്കിലും ഇടതു മുന്നണിക്ക് പലപ്പോഴും അതിൽ നിന്ന് ആധിപത്യം തുടരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും UDFന് തിരിച്ചു വരാനും എല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ UDF വിമതരെ ഒപ്പം നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് വിമതർ എന്ന് തന്നെ പറയാം, അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇവിടെ ഇടതു മുന്നണി ഭരണം കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റ് നഗരസഭകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ പലയിടത്തും തന്നെ ഉണ്ടായിരുന്നു. അത് തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലേക്കും എല്ലാം വരുമ്പോൾ അവിടെ ഒരു ബലാബലം നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ വന്നത്. ഇവിടെ UDF വിമതരെ ഇടതുമുന്നണിക്കൊപ്പം നിർത്താൻ കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞെങ്കിൽ തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. അവിടെ ഇടത് വിമതരെ അവർക്കൊപ്പം UDFനൊപ്പം നിർത്താനായിട്ട് സാധിച്ചു എന്നൊരു നേട്ടമായിട്ട് തന്നെയാണ് ഇവിടെയും കണക്കാക്കുന്നത്. അപ്പോൾ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചില സമയങ്ങളിലെല്ലാം തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൊതു തന്തു എന്ന് പറയുന്നത് പലപ്പോഴും UDFനൊപ്പം ജില്ലാ ഭരണം മുന്നോട്ട് പോകുന്ന രീതിയിലെല്ലാം തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇത്തവണ കുറച്ചുകൂടി കരുതലോടെ മുന്നോട്ട് നീങ്ങാനാണ് ഇടതു മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത് അതൊരു പ്രസ്റ്റീജാണ്. അത് ഇടതു മുന്നണിക്കാണെങ്കിലും അത് UDFനാണെങ്കിലും എല്ലാം തന്നെ അതൊരു പ്രസ്റ്റീജ് കാര്യമായിട്ട് തന്നെ കൊണ്ടുപോകണം. കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം അത് ആരുടെ പക്കൽ നിന്നാണ്? കഴിഞ്ഞ തവണ സംഭവിച്ച അബദ്ധം ഇത്തവണ സംഭവിക്കില്ല എന്നൊരു ഉറപ്പിലാണ് UDF പോകുന്നത്. എന്തുകൊണ്ട് കഴിഞ്ഞ തവണ UDFന് ഭരണത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടായിട്ടും അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് അവർക്ക് എടുത്തു കാണിക്കാൻ ഒരു മേയർ സ്ഥാനം